ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. നോൺ വെജ് മാത്രം കഴിക്കുന്നവർക്ക് ചില ദിവസങ്ങളിൽ അത് സാധിച്ചെന്ന് വരില്ല. അങ്ങനെയുള്ള ദിവസം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് കഴിക്കാവുന്ന ഒരു ഐറ്റമാണ് മഷ്റൂം. ശരിയായ രീതിയിൽ അത് കുക്ക് ചെയ്താൽ സൂപ്പർ ടേസ്റ്റാണ്. ഇന്ന് നല്ലൊരു മഷ്റൂം റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. മഷ്റൂം റോസ്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിക്കോളൂ. 200 ഗ്രാം മഷ്റൂം വേണം. അത് നന്നായിട്ട് ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്ത്. മസാല വേണം നമുക്ക്, പൊടിക്കാത്ത മസാല. 1 ടേബിൾ സ്പൂൺ മല്ലി ഉൾപ്പെടെയുള്ള കുറച്ച് മസാലക്കൂട്ട് ഞാനത് എടുത്തിട്ടുണ്ട്. പിന്നെ 2 സവാള കട്ട് ചെയ്തത്, മല്ലിയിലയും കറിവേപ്പിലയും വേണം. 1 കഷ്ണം ഇഞ്ചിയും 5-6 വെളുത്തുള്ളി അല്ലിയും, 1 വലിയ ടൊമാറ്റോ സ്ലൈസ് ചെയ്തത്, 2 പച്ചമുളക് അരിഞ്ഞത്. ഇനി വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്, അതുപോലെ കുരുമുളകും. നമുക്കൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി സവാള ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴന്ന് കിട്ടാനായിട്ട് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ബ്രൗൺ കളറായി വരും. ഇനി നമുക്ക് മുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ മസാല പൊടിച്ചിട്ടില്ല, അതും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. മസാല നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കണം. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്തുണ്ട്. എല്ലാം കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരപ്പാണ് നമ്മളിതിൽ ഇനി ആഡ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഓയിൽ കുറവായിട്ട് തോന്നുന്നുണ്ട്, ഞാൻ 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇനി നമ്മുടെ കൂണ് ഇട്ട് കൊടുക്കാം. കൂണൂടെ ഇട്ടിട്ട് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കണം. ഇതിൽ ഞാനൊരു അരക്കപ്പല്ല 1/4 കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കാതെയും നിങ്ങൾക്ക് ഇത് വേവിച്ചെടുക്കാം, കാരണം കൂണിൽ വെള്ളമുണ്ട്. ഒരു 15 മിനിറ്റ് ശേഷം ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് അത് കുറേയൊക്കെ വെന്തിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ ഒന്ന് ശരിയാകാനുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് ചെറുതീയിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ അതിന് മുന്നായിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇനി ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കാം. ഫ്ലെയിം നമുക്ക് കൂട്ടുകയൊന്നും വേണ്ട കേട്ടോ, ഇങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം അത് ചെയ്യാനായിട്ട്. നമ്മുടെ മഷ്റൂം റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫൈനൽ ടച്ചിന് വേണ്ടി ഞാൻ ഒരല്പം മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. നമ്മുടെ മഷ്റൂം റോസ്റ്റ് നല്ല ഒരു ഫ്ലേവറൊക്കെ തരുന്നുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. മഷ്റൂം പലർക്കും കാണുമ്പോൾ ഇഷ്ടക്കേട് തോന്നുന്ന ഒരു ഐറ്റമാണ്. പക്ഷേ ഇത്രയും നല്ല ഹെൽത്തിയായ ഒരു വെജിറ്റബിൾ വേറെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളിതൊന്ന് കുക്ക് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളെ ഇഷ്ടവും ഇഷ്ടക്കേടും ഒക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായല്ലോ അല്ലേ? എങ്കിൽ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇനിയും പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത് കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.